2025 വിലയിരുത്തിയാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ അരങ്ങ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അതിൽ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള കൂറുമാറ്റങ്ങളും ചാക്കിട്ടുപിടുത്തങ്ങളും ഒക്കെ കണ്ടു. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJPക്കൊപ്പം ചേർന്ന് സ്വതന്ത്രനെ പ്രസിഡന്റ് ആക്കിയത് കേരളത്തിൽ പതിവില്ലാത്തൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു. ബീഹാറിലും കർണാടകത്തിലും ഉത്തർപ്രദേശിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള രീതിയിലായിരുന്നു ഈ രാഷ്ട്രീയ നീക്കം. 2026 കേരളത്തിൽ എന്തും സംഭവിക്കാം എന്നൊരു സൂചന കൂടി ഈ മറ്റത്തൂർ ഫലം നൽകുന്നുണ്ട്. ഏതു പാർട്ടിയിൽ ജയിക്കുന്നവരെയും BJPയിലേക്ക് എത്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെയും കണ്ടത്. വെറും 4 സീറ്റിൽ മാത്രം ജയിച്ച BJPയാണ് 8 കോൺഗ്രസുകാരെ പാർട്ടി ഇല്ലാത്തവരാക്കി ഭരണം നിയന്ത്രിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമമൊക്കെ ഇത്രയും ശക്തമായ കാലത്ത് പോലും ഇങ്ങനെ കൂറുമാറാൻ ഒരാൾക്കും വൈക്ലവ്യം ഉണ്ടായില്ല എന്നത് അമ്പരപ്പിക്കുന്നതാണ്. നമ്മുടെ രാഷ്ട്രീയത്തിലെ പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങളൊക്കെ ഇല്ലാതാകുന്നതിന്റെ കൂടി ഭാഗമാണ് ഇത്തരം നടപടികൾ. 2026 കടക്കുമ്പോൾ കേരളത്തെ ഏറ്റവും ചിന്തിപ്പിക്കുന്നതും ഇത്തരം രാഷ്ട്രീയ പേക്കൂത്തുകൾ തന്നെയാണ്. കോൺഗ്രസുകാരായി ജയിച്ച 8 പേർക്കും കോൺഗ്രസിൽ ഒരുപോലെ വിശ്വാസം ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? പണമാണോ ഈ 8 പേരെയും മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്? അതോ ഈ 8 പേരും BJPയുടെ രാഷ്ട്രീയമാണ് ഭേദമെന്ന് സ്വയം തീരുമാനിച്ചോ? അതങ്ങനെയാണെങ്കിലും വോട്ടിട്ട് വിജയിപ്പിച്ച നാട്ടുകാരാണ് ഇപ്പോൾ വിഡ്ഢികളായത്. BJP സ്ഥാനാർത്ഥികളെ 3ാം സ്ഥാനത്തേക്ക് വരെ തള്ളിയ ആ വാർഡിലെ ജനതയാണ് ഇപ്പോൾ അമ്പരന്നു നിൽക്കുന്നത്.